വളരെ സങ്കടകരമായ, മനസ്സിനെ വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഇന്ന് കാണാനിടയായി. നമ്മുടെ നാട്ടിലെ ആദിവാസി പെൺകുഞ്ഞുങ്ങൾ, അവരെ ഈ ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റ്, വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ, ഷെഡ്യൂൾ ട്രൈബിൻ്റെയൊക്കെ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന രീതി ഒന്ന് കാണാനിടയായി. ദൂരെയൊന്നുമല്ല, നമ്മുടെ ഈ വകുപ്പ് ഭരിക്കുന്ന ബഹുമന്ത്രിയുടെ വാർഡിൽ തന്നെയാണ് ഈ സംഭവം. തിരുനെല്ലിയിൽ ഒരു റെസിഡൻഷ്യൽ സ്കൂളായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഈ ആദിവാസി കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങളാണ് അവരെ താമസിപ്പിച്ചേക്കുന്ന രീതി കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അവർക്ക് ആദ്യം ഒരു ഹോസ്റ്റൽ കെട്ടിടം ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശമായി, അത് തകർന്ന് കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുമെന്ന് കണ്ടപ്പോൾ ആ കെട്ടിടം അതിൽ നിന്നങ്ങ് ഒഴിവാക്കി. അതിന് പകരം ഒരു കെട്ടിടം ആറളത്ത് ഒരു പുതിയ ഒരു ഹോസ്റ്റൽ കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞ് അവിടെ അതെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. അവിടെ എല്ലാം മുഴുവൻ ഇത് കാട്ടിനകത്താണ് ഇപ്പോൾ. അത് കാര്യം എന്താണെന്നറിയോ, ഇതിന് ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്തിട്ടില്ല. ബാക്കിയൊക്കെ ഉണ്ട്, പണി പൂർത്തിയായതാണ് 2020. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ താമസിക്കാൻ അവിടെ സൗകര്യം കൊടുക്കുന്നില്ല. ഈ മന്ത്രി പുങ്കവന് ഇതൊന്ന് അറിയണം, തിരിച്ചറിയണം. എന്നിട്ട് മന്ത്രിയായിട്ടിരിക്കണം. ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ലേ മന്ത്രിയായിട്ട്. എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ സങ്കടകരമായ കാര്യം എന്തെന്നറിയോ, എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ താമസിപ്പിക്കാൻ സ്ഥലമില്ലാതെ ഒരു സ്കൂൾ കെട്ടിടത്തിലോട്ട് അവരെ താമസിപ്പിക്കുകയാണ്. 3 മുറികൾ, 3 മുറികളിൽ 127 കുട്ടികൾ. ഈ പെൺകുഞ്ഞുങ്ങൾ 127 പേരെ 3 മുറികളിലാണ് താമസിപ്പിച്ചേക്കുന്നത്. മാത്രമല്ല, അതിൻ്റെ ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത് എന്തെന്നറിയോ, ഒരൊറ്റ ശുചിമുറിയാണ് ഇതിനുള്ളത്. ഈ ഒരു 127 കുട്ടികൾക്ക് ഒരൊറ്റ ശുചിമുറി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? സാധാരണഗതിയിൽ ഒരാളാണെങ്കിൽ ഒരു 3 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ശുചിമുറി ഉണ്ട്, ചിലപ്പോൾ മതിയായേക്കാം, കുഴപ്പമില്ലാതെ പോയേക്കാം. പക്ഷേ 127 കുഞ്ഞുങ്ങൾക്ക്, പെൺകുട്ടികൾക്ക്, അതാണ് അഡോളസൻ്റ് സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങളാണ്, അവർക്ക് കൊടുത്തേക്കുന്നതാണ് ഈ ഒരു ഒറ്റ ശുചിമുറി. ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ജൂൺ മുതൽ അവർ കഴിയുന്നത് അങ്ങനെയാണ്, ആ കഷ്ടപ്പാടിലാണ്. എന്നിട്ടും ആ ഹോസ്റ്റൽ കെട്ടിടമുണ്ട്, പുതിയ ഹോസ്റ്റൽ കെട്ടിടം, അതിന് ഇതുവരെയും വൈദ്യുതി കണക്ഷൻ എടുത്തിട്ടില്ല. അതിന് കുറച്ച് പൈസ അടച്ചു, ഒരാൾ പറയുന്നത് ഞാൻ കേട്ടതാണ്. ബാക്കി ഇങ്ങനെ അടയ്ക്കാനുള്ള ഇതിലാണ്. ഇവർക്ക് വേണ്ടി എത്ര രൂപയാണ് വകയിരുത്തുന്നതെന്നറിയാവോ? ഈ രൂപ യുവമാരാരും ചെലവഴിക്കാതെ ഈ പൈസയായിട്ട് ഇവരുടെ കൈ കൊടുത്തിരുന്നെങ്കിൽ അവർ ജീവിച്ചു പോയേനെ കേട്ടോ, അന്തസ്സായിട്ട്. അതിനു വേണ്ടിയുള്ള പണം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും കൊടുക്കുന്നുണ്ട്, കൂടാതെ സ്റ്റേറ്റ് അലോക്കേഷനും ഇതിനകത്തുണ്ട് കൊടുക്കുന്നുണ്ട്, സെൻട്രൽ അലോക്കേഷൻ കൂടാതെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു വെള്ളാന. അതിലിരിക്കുന്നവരൊക്കെ അരിച്ച് ഇങ്ങനെ വരും. അത് ഒരാൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്, ഒരാൾക്ക്. അത് അരിച്ചരിച്ച് വരുമ്പോൾ 1 ലക്ഷം പൈസ അവരുടെ കിട്ടിയാൽ മതിയായിരുന്നു. അതവർക്ക് കിട്ടത്തില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് സങ്കടകരമായ കാര്യമാണ്. ഇത് കണ്ണു തുറന്ന് കാണണ്ടേ ഗവൺമെൻറ് ഇങ്ങനൊരു സംഭവം? ഇതാരും അവിടുത്തെ ഉദ്യോഗസ്ഥരെന്ന് പറയുന്ന യവന്മാരെയെല്ലാം പിരിച്ചുവിടണം നിർബന്ധമായിട്ട്. കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ശ്രദ്ധയെ തന്നെ പെടുത്തണമല്ലോ. ഞാൻ പറഞ്ഞില്ല, ഇത് മന്ത്രിയുടെ നാടാന്നാണ് പറഞ്ഞു കേട്ടെ, എനിക്കറിയത്തില്ല. ഏതായാലും ശരി ആണെങ്കിൽ അയാൾക്ക് ഇത് ഇരിക്കാനുള്ള അധികാരമുണ്ടോ? രാജിവെച്ച് പിരിഞ്ഞു പോകണം മിസ്റ്റർ, നിങ്ങൾ കളഞ്ഞിട്ട് പോകണം. വേറെ ആരെങ്കിലും കൊള്ളാവുന്നവർ പിടിച്ചാക്കണം അവിടെ. അതല്ലേ വേണ്ടത്. അതിന് പകരം ഈ പണിയാണോ കാണിക്കേണ്ടത്? ഇത് 127 കുഞ്ഞുങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്കിയുള്ളൂ. നിങ്ങളുടെയൊക്കെ മക്കളാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുമോ? കാരണം ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ, ഇവർക്ക് പരാതിപ്പെടാൻ ആരുമില്ല, ഇവർക്ക് വേണ്ട രീതിയിലുള്ള സംഘടനാ ബലമോ ഒന്നുമില്ല. ഉള്ള സംഘടനകൾ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഏതൊക്കെ വിധത്തിലാണെന്ന്. പണത്തിൻ്റെ പുറകെ പോകുന്ന ആളുകളാണ് അതിലൊക്കെ ഉള്ളത്, അതിൻ്റെ നേതാക്കന്മാരുമൊക്കെ. അപ്പോൾ ആ രീതിയിൽ പോയി കഴിഞ്ഞു, അതൊക്കെ വഷളായി. അപ്പോൾ അവസാനം ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ പറയുന്നത്, ഈ രീതിയിലല്ല ഇവരെ കൈകാര്യം ചെയ്യേണ്ടത്.
ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് അടിയന്തരമായ ശ്രദ്ധ വേണം. ഇവർക്ക് അത് എത്രയും പെട്ടെന്ന് ആ പകരം സംവിധാനം ഏർപ്പെടുത്തണം. ഗവൺമെൻറ്റിന് അതിലെ വൈദ്യുത കണക്ഷൻ മാത്രം എടുത്താൽ മതി ആ ബിൽഡിങ്ങിന്. ബാക്കിയെല്ലാം പൂർത്തിയായി കിടക്കുന്ന കെട്ടിടമാണ്. ഇനി 2020 പൂർത്തിയായി 5 വർഷം അടച്ചിട്ടേക്കുന്ന സാധനം എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. പാമ്പും പഴുതാരയും തേളുമൊക്കെ ആയിരിക്കും. പിന്നെ ഈ പാവങ്ങൾക്ക് അത് വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം അവരതിൻ്റെ ഇടയിൽ കിടക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പട്ടണത്തിലെ വലിയ ഇതിലൊന്നും കിടക്കുന്നതല്ല കേട്ടോ. അവർക്ക് മന്ദിരങ്ങളൊന്നുമല്ല അവർക്ക് താമസിക്കാനുള്ളത്. അവർക്ക് മേൽക്കൂര പോലും ഇല്ലാത്ത പ്ലാസ്റ്റിക് വലിച്ചിട്ടി കിടക്കുന്ന ആ രീതിയിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് വനത്തിൽ. അപ്പോൾ അവർക്ക് ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഹോസ്റ്റൽ കെട്ടിടമുണ്ട്, അതിപ്പോൾ അടച്ചിട്ടിരുന്ന് കാട് പിടിച്ച് കിടക്കുകയാണ്. അതൊന്നും പ്രശ്നമല്ല. നിങ്ങളതിന് വൈദ്യുതി കണക്ഷൻ എടുത്തിട്ട് ഏതെങ്കിലും വിധത്തിൽ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഈ കുഞ്ഞുങ്ങൾ അത്രത്തോളം കഷ്ടപ്പെടുകയാണ് ഈ കുഞ്ഞുങ്ങൾ. അത് കേട്ടിട്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയുന്നതാണ്. അത് കണ്ടിട്ട് എന്തുമാത്രം ദ്രോഹമാണ് അവരോട് കാണിക്കുന്നത്, ഈ പാവങ്ങളോട്. അതാണ് എവിടെ സാമൂഹ്യനീതി എന്ന് പറയുന്നതുള്ളത്? നമ്മുടെ ഭരണഘടന പറയുന്ന ഇക്വാളിറ്റി എവിടെ? ജസ്റ്റിസ്, നീതി, അതായത് സോഷ്യൽ ജസ്റ്റിസ് എവിടെ? സാമൂഹ്യനീതി എന്ന് പറയുന്ന എവിടെ? ഈ കുഞ്ഞുങ്ങൾ ഇതുപോലെ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് അല്ലേ അത് കൊടുക്കേണ്ടതൊക്കെ? അത് കൊടുക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ പറയുകയാണ് എല്ലാം നമ്പർ 1 ആണെന്ന്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നോളൂ നമ്പർ 1 ആണെന്ന്. അത് നല്ലതാണ്. നമ്മളിപ്പോൾ കാണുന്ന നമ്പർ 1 എല്ലാം. കാരണം ഇവിടെ ആരോഗ്യ മേഖല നമ്പർ 1 ആരോഗ്യ മേഖല. അവിടെ 3-4 ഹോസ്പിറ്റലുകളിൽ, അതായത് മേജർ ഹോസ്പിറ്റലുകൾ, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ്, അതുപോലെ ജനറൽ ഹോസ്പിറ്റൽ, അവിടെയൊക്കെ ഹാർട്ട് സർജറി നടക്കുന്നിടമാണ്. അതേപോലെ കോട്ടയം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഇവിടെയെല്ലാം ഉപകരണങ്ങൾ ഓരോ കമ്പനികളിൽ നിന്ന് വാടകയ്ക്ക് എടുത്താണ് ഈ സർജറി നടത്തുന്നത്. അവർക്ക് 139 കോടി രൂപ അവർക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ട്. അതിൽ നിന്ന് ഏതാണ്ട് 30 കോടി രൂപ അങ്ങാണ്ട് കഴിഞ്ഞ വർഷം ഏതാണ്ട് കൊടുക്കാൻ അനുവദിക്കുക അങ്ങോട്ട് ചെയ്ത് അവർ ഈ സാധനം ഈ കൊടുക്കൊക്കെ അങ്ങ് പറക്കിക്കൊണ്ട് പോകുന്നവർ അവസാനം പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഓപ്പറേഷൻ മുടങ്ങുകയാണ് ഈ സ്ഥലത്ത്. നമ്പർ 1 ആണ് ഇങ്ങനെ മുടങ്ങുന്നതിന്. ഈ നമ്പർ 1 എന്ന് പറയുന്നത് നിങ്ങളുടെ സംവിധാനങ്ങളൊന്നും അല്ല. കേരളത്തിൽ എന്തെങ്കിലും ആരോഗ്യരംഗത്ത്, ചികിത്സാ രംഗത്ത് മുന്നേറ്റം ഉണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ് ഇപ്പോൾ കൊണ്ടുനടക്കുന്നത്. ഇപ്പോൾ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നും പറഞ്ഞ് നമ്മൾ പണ്ടങ്ങാണ്ട് കേട്ടിട്ടുണ്ടോ? ഈ ലോകത്ത് വേറെ ഒരു രാജ്യത്തും ഇല്ലത് ഈ സാധനം. അത് പക്ഷേ ഇവിടെ ഉണ്ട്. അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല രീതിയിലൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി വന്ന് സംസാരിക്കുന്ന കേൾക്കാം. അപ്പോൾ ഈ ബഹുമന്ത്രി ഈ പറയുന്നതല്ലാതെ ഇന്നുവരെ ഇതൊന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞ എല്ലാം ഈ രീതിയിൽ പോകുമ്പോൾ ഇവിടെ ഒന്നും നടക്കുന്നില്ല കേട്ടോ. കെടുകാര്യസ്ഥതയാണ് ഇവിടെ. അതാദ്യം ഒന്ന് തിരിച്ചറിയണം. ഇതേപോലെ ഓരോ രംഗത്തും പ്രശ്നമാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എൻസെഫലൈറ്റിസ് വന്നിട്ട് ഇപ്പോൾ എത്രയോ 10-60 പേര് ഇതുവരെ മരിച്ചുപോയി കേട്ടോ. ആ രീതിയിലായി. ഇനിയിപ്പോൾ അത് ആരൊക്കെ മരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. കണക്ക് പറയാൻ പോലും ഒക്കുന്നില്ല. ഒരുപാട് പേർക്ക് ഈ രോഗബാധയുണ്ട്. പണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അത് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ പോലും ഇതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആളുകൾ എങ്ങോട്ട് പോകും? അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കണ്ടേ? നമ്പർ 1 ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടോ കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഈ നമ്പർ 1 ആയി കാര്യത്തിൽ. കാരണം ഇത് വേറെ ഈ രാജ്യത്തെങ്ങുമില്ല. ഇനി തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ, ഇത് കർണാടകയിലോ തമിഴ്നാട്ടിലോ ഇല്ല ഇങ്ങനെ കുഴപ്പം. ഈ ഒരു സാധനമില്ല അവിടെ. അതെന്താണ് ഇല്ലാത്തത്? അത് ചിന്തിക്കണം. ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ഇതേപോലെ ഇനി ഈ കുഞ്ഞുങ്ങളുടെ കാര്യം അടിയന്തര ശ്രദ്ധ വേണം. എന്തെങ്കിലും ചെയ്യണം. ആ പാവങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം.